ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടർ ചിക്കനാണ്. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ അതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കഷ്ണത്തിലൊക്കെ അരപ്പും ഉപ്പും ഒക്കെ നന്നായി പിടിക്കണം. അതിനുവേണ്ടി കൈവച്ച് തന്നെ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. പിന്നീട് നമുക്കൊരു ഫ്രൈയിങ് പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്പം കൂടുതൽ ചേർക്കണം കേട്ടോ, നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോഴതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ പീസുകൾ അതിലേക്ക് നിരത്തി കൊടുക്കാം. 2 ട്രിപ്പായിട്ട് നിരത്തി കൊടുക്കണം കേട്ടോ. ആദ്യം ഒരു ട്രിപ്പ് നിരത്തി ഫ്രൈ ചെയ്തെടുത്തിട്ട് അടുത്തത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് എല്ലാവരും എടുക്കുന്നത് ബോൺലെസ് പീസാണ്. ഞാനിവിടെ 2ഉം കൂടെ ചേർത്തുള്ള പീസാണ്. എല്ലുള്ള കഷ്ണങ്ങളും ഇതിലുണ്ട് കേട്ടോ. 2ഉം കൂടെ ചേർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്താലും മതി, ബോൺലെസ് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ ബട്ടർ ചിക്കൻ ഇതെനിക്ക് ആദ്യമായിട്ട് ചെയ്തതാണെങ്കിലും എല്ലാവരും കഴിച്ചവരൊക്കെ നല്ലതെന്ന് പറഞ്ഞു. കാരണം എൻ്റെ മോൻ ഇത് ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ മോൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിച്ചായിരുന്നേ. അവരൊക്കെ അപ്പോഴും തന്നെ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെപ്പോഴും ചിക്കൻ ഒരേ രീതിയിൽ തയ്യാറാക്കാതെ വ്യത്യസ്തമായിട്ടൊക്കെ വല്ലപ്പോഴും തയ്യാറാക്കണം. അപ്പോൾ ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റിയായിരുന്നു കേട്ടോ. നമ്മൾ പനീർ ബട്ടർ ഉണ്ടാക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെ ഇതും തയ്യാറാക്കുന്നത്. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. പനീർ ബട്ടറും നല്ലതായിരുന്നു, അതുപോലെ ബട്ടർ ചിക്കനും നല്ലതാണ് കേട്ടോ. പിന്നീട് നമ്മൾ അതിനെ പാത്രത്തിൽ നിന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ആ പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് ഒരു 3-4 സവാള അരിഞ്ഞതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ചൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ 1 പിടി കശുവണ്ടി പരിപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി പരിപ്പ് ഒരു 10-20 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. 1 പിടി 20 പീസ് വരും. ഇനി നമുക്ക് അതിനെ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു 2-3 തക്കാളി ഇച്ചിരി വലിയ തക്കാളിയെ 3 എണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലോട്ട് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് ഗരം മസാല ചേർക്കണം കേട്ടോ. 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു 2.5 കപ്പ് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ തക്കാളി ഈ വെള്ളത്തിലൊന്ന് വെന്ത് കിട്ടണം. നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇളക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇപ്പോഴും തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരടപ്പ് കൊണ്ടൊന്ന് മൂടി കുറച്ച് നേരം വെച്ച് ഒരു 10 മിനിറ്റൊക്കെ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വേണം അടച്ച് വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റോളം അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മളതെടുത്തൊന്ന് തണുപ്പിക്കണം. തണുപ്പിച്ചിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് അരയ്ക്കാൻ. അങ്ങനെ നമ്മൾ വെന്തതിനെ എടുത്ത് അരച്ചെടുത്തു. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ 2 പ്രാവശ്യമായിട്ട് അതിനെ അരച്ചെടുത്ത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉലുവ ഇല ഉണങ്ങി പൊടിച്ചതാണത് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പനീർ ബട്ടറിനും ഇത് പനീർ ബട്ടർ മസാലയ്ക്കും ഇത് ചേർത്ത് കൊടുക്കും.
ഇപ്പം ചിക്കനും ഇത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിലൊക്കെയാണ് തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസുകളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീം ഇല്ലാത്തവർ ഇത്തിരി കട്ടിക്ക് ഇത്തിരി പാൽപ്പൊടി കലക്കി ചേർത്താലും മതി കേട്ടോ. എന്തായാലും ഈ കറിക്ക് ഒരു ചെറിയ മധുരം ഉള്ള കറിയാണ്. അപ്പോൾ നമ്മൾ പാൽപ്പൊടി കലക്കി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരം കിട്ടും, അത് ചേർത്താലും മതി. പിന്നീട് നമ്മൾ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. പിന്നെ 2 പീസ് ബട്ടറും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ അത് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ തീർന്നു. ലാസ്റ്റ് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ക്രീമും കൂടെ ഇതിൻ്റെ മേളിലൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. ഞങ്ങൾ 3-4 ദിവസം മുന്നെയാണ് ഇത് തയ്യാറാക്കി കഴിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും തയ്യാറാക്കൂ. ടാറ്റാ.